ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് അതായത് റെഗുലർ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ത്യൻ ആർമിയുടെ റെഗുലർ റാലി അതായത് നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.joinindianarmy.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി റാലി ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സിന് ചെറിയൊരു ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. GDക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാനും 500 രൂപയും, ക്ലർക്ക് അതുപോലെ തന്നെ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് 700 രൂപയും, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് 900 രൂപയുമാണ് ഫീസ് വരുന്നത്. വൺ ടൈം ഫീസാണ്. അതായത് ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ JCOR അല്ലെങ്കിൽ അഗ്നിപത് അപ്ലൈ അല്ലെങ്കിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻസാണ് കാണാൻ സാധിക്കുക, ന്യൂ രജിസ്ട്രേഷന് അതുപോലെ തന്നെ ഓൾറെഡി രജിസ്റ്റേർഡ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വർഷം അപേക്ഷിക്കുന്നവർക്ക് ആ ഒരു അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതല്ല, ആദ്യമായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ച കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യം എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ന്യൂ രജിസ്ട്രേഷൻ്റെ ആ ഒരു ഓപ്ഷൻ്റെ താഴെ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡ് അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സിഗ്നേച്ചറാണ്. 5 KBക്കും 10 KBക്കും ഇടയിലുള്ള നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്ത മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോയാണ്. ലേറ്റസ്റ്റ് ഫോട്ടോ 5 KBക്കും 20 KBക്കും ഇടയിലുള്ള ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ആധാർ ലിങ്ക്ഡ് വിത്ത് ഫോൺ നമ്പർ, അതായത് നിങ്ങളുടെ ആധാർ കാർഡ് ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന ആക്റ്റീവ് ഇമെയിൽ ID ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ആക്റ്റീവായിട്ടുള്ള ഒരു ഇമെയിൽ ID കയ്യിൽ കരുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന മാർക്ക് ഷീറ്റാണ്. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ള കോഴ്സിൻ്റെ മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തു വെച്ചിരിക്കേണ്ടതാണ്. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ വിത്ത് ആധാർ നമ്പർ അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആധാർ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആധാർ കാർഡുമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പം ആധാർ നമ്പർ വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആധാർ നമ്പറിൻ്റെ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്വിച്ച് ഫ്രം ഡിജി ലോക്കർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ആധാർ കാർഡ് ഏത് മൊബൈൽ നമ്പറുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. OTP വെരിഫിക്കേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡൊമിസൈൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് ആ ഒരു സ്റ്റേറ്റ് അവിടെ എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡിൻ്റെ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ കാൻഡിഡേറ്റ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആധാറിലുള്ള പോലെ ആ ഒരു നെയിമും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡിലും 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും സെയിം നെയിം ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും അതുപോലെ തന്നെ ആധാർ കാർഡിലും സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇമെയിൽ ID ആണ്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അവിടെ നൽകുക. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ ID ഏതാണ് ആ ഒരു ഇമെയിൽ IDയിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ ID ഏതാണ് ആ ഒരു ഇമെയിൽ IDയിലേക്ക് വന്നിട്ടുള്ള OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ മാരേജിൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാരേജിൽ സ്റ്റാറ്റസ് അവിടെ സെലക്ട് ചെയ്യുക. അൺമാരിഡ് ആണെങ്കിൽ അൺമാരിഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടതായിട്ട് നിങ്ങളുടെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് അവിടെ സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക് തുടങ്ങിയ 3 കാര്യങ്ങളും അവിടെ സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം 10ാം ക്ലാസ് ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോർഡ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആർ യു റിമസ്റ്ററിങ് കാൻഡിഡേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആയിട്ടുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങളുടെ പാസ്വേഡ് റിക്വയർമെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഇമെയിൽ ID തന്നെയാണ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമായിട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾ അവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു പാസ്വേഡ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്തപ്പോൾ നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നിങ്ങൾ ഇടത്തെ സൈഡിൽ അപ്ലൈ ഓൺലൈൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്യുക. എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഇങ്ങനൊരു ഓപ്ഷൻസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തൊട്ട് താഴെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ അഗ്നിവീർ അതുപോലെ തന്നെ റെഗുലർ കേഡർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഗ്നിവീറിൻ്റെ അത് മാറ്റിയിട്ട് നിങ്ങൾ റെഗുലർ കേഡർ ആക്കിയാൽ മാത്രമായിരിക്കും ഇന്ത്യൻ ആർമിയുടെ റെഗുലർ റിക്രൂട്ട്മെൻറ്റ് റാലി, അതായത് സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വലത്തെ സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ എന്ന ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു പോസ്റ്റിലേക്ക് എലിജിബിൾ ആണ് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവിടെ വലത്തെ സൈഡിൽ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അപേക്ഷിക്കുന്നതിനായിട്ട് നിങ്ങൾ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, മുകളിൽ അവിടെ അഗ്നിവീർ ആണ് കിടക്കുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് റെഗുലർ കേഡർ ആക്കേണ്ടതാണ്. അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക. താഴത്തേക്ക് വരുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസായിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റിലീജിയന് അതുപോലെ തന്നെ ക്ലാസ് ഈ ഒരു സെക്ഷനിൽ സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്. മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് പെർമനൻറ്റ് അഡ്രസ്സാണ്. അതിനുശേഷം നിങ്ങളുടെ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 അഡ്രസ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അത് നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന്. അപ്പോൾ അത് ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഡിഫറൻറ്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ താഴെ പറയുന്ന ഏതെങ്കിലും കാറ്റഗറിയിൽ ഇൻവോൾവ് ആവുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ ആ ഒരു കാറ്റഗറി അവിടെ സെലക്ട് ചെയ്യുക. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ +2 സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ ഏത് കാറ്റഗറി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതൊരു പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് നിങ്ങൾ സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണോ അതോ സോൾജർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസായിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ക്വാളിഫയിങ് കോഴ്സാണ്. അപ്പോൾ അവിടെ നിങ്ങൾ +2 സയൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എഡ്യൂക്കേഷൻ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇയർ ഓഫ് പാസിങ്, റോൾ നമ്പർ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴെ ആഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തൊട്ട് താഴെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ +2ൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതായത് +2ൽ പഠിച്ചിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് നിങ്ങൾ താഴെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അഗ്രിഗേറ്റ് മാർക്കും അവിടെ വരുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഹോം സ്റ്റേറ്റ് അതുപോലെ തന്നെ സിറ്റി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് 5 സെൻറ്റർ വരെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ 5 എക്സാം സെൻറ്റർ ഇവിടെ ചൂസ് ചെയ്യുക. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെരിഫൈ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. എല്ലാം വെരിഫൈ ചെയ്ത ശേഷം കറക്റ്റ് ആണെങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ പേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ആപ്ലിക്കേഷൻ ഫീസ് എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ആപ്ലിക്കേഷൻ ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്.
ഇങ്ങനെയാണ് ഇന്ത്യൻ ആർമിയുടെ റെഗുലർ റിക്രൂട്ട്മെൻറ്റ് റാലി, അതായത് സോൾജർ, നഴ്സിംഗ് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടൺ അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.